അപ്പോൾ പ്രിംസ് അൽഗോരിതത്തിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് ചൂസ് എനി വേർട്ടെക്സ് വി ഐ ഓഫ് ജി, അതിനുശേഷം ചൂസ് ആൻ എഡ്ജ് സച്ച് ദാറ്റ് V2 നോട്ട് ഈക്വൽ ടു V1 ആൻഡ് ഈ ഹാസ് എ സ്മോളസ്റ്റ് വെയിറ്റ് അമംഗ് ദ എഡ്ജസ് ഇൻസിഡൻറ്റ് ഓൺ VI. ഒരു വേർട്ടെക്സ് ചൂസ് ചെയ്തിട്ട് ഏറ്റവും ചെറിയ എഡ്ജ് ഉള്ള ആ വേർട്ടെക്സിൽ നിന്ന് പോകുന്ന ഏറ്റവും ചെറിയ വെയിറ്റ് ഉള്ള എഡ്ജ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ളതാണ് സ്റ്റെപ്പ് 3. ഇഫ് എഡ്ജസ് ഹാവ് ബീൻ ചൂസസ് ഇൻവോൾവിങ് n points V1 V2 to Vn, choose an edge EI plus 1 equal to Vj Vk such that EI plus 1 has the smallest weight among the edges of G with 1 and in set V1 V2 Vn plus 1. Stop after n minus 1 edges are chosen. അതാണ് സ്റ്റെപ്പ് 4. ഫസ്റ്റ് ഒരു വേർട്ടെക്സ് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ വേർട്ടെക്സിൽ നിന്നുള്ള മിനിമം എഡ്ജ് ഏതാണോ ആ മിനിമം എഡ്ജ് ചൂസ് ചെയ്യുക. അങ്ങനെ ചൂസ് ചെയ്ത് വരച്ചതിന് ശേഷം ആ വേർട്ടെക്സിൽ നിന്ന് നെക്സ്റ്റ് വേർട്ടെക്സിലേക്ക് ഏറ്റവും മിനിമം വെയിറ്റ് ചെയ്താണെന്ന് നോക്കുക. അങ്ങനെ നമ്മൾ വരച്ച് എല്ലാ വേർട്ടീസസും അതിൽ വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മളതൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം സൈക്കിൾസ് വരാതെയും നോക്കണം. അങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് പ്രിംസ് അൽഗോരിതം വെച്ചിട്ടുള്ള ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ വേർട്ടീസസും ഉൾപ്പെടുത്തി വരയ്ക്കുക. അതിനുവേണ്ടി ഒരു വേർട്ടെക്സ് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് മിനിമം വെയിറ്റ് ഉള്ള എഡ്ജ് ജോയിൻ ചെയ്യുക. അതിൽ നിന്ന് അടുത്ത മിനിമം വെയിറ്റ് ഉള്ള വേർട്ടെക്സിലേക്ക് ജോയിൻ ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും വേർട്ടീസസ് ഉൾപ്പെടാത്തതായിട്ടുണ്ടെങ്കിൽ അതും ജോയിൻ ചെയ്യുക. സർക്യൂട്ട്സ് ഫോം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് പ്രിംസ് അൽഗോരിതം വെച്ചിട്ട് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. പ്രിംസ് അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ചൂസ് എനി വേർട്ടെക്സ് ആൻഡ് ചൂസ് ദി എഡ്ജ് ഹാവിങ് സ്മോളസ്റ്റ് വെയിറ്റ്. അതായത് ഞാനിപ്പോൾ സപ്പോസ് V1 എന്ന് പറഞ്ഞ ഒരു വേർട്ടെക്സ് ആണ് ഞാനിപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത്. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് വെയിറ്റ് പോകുന്നത് ഇപ്പോൾ V1 നിന്ന് V1 to V4 ഉണ്ട്, V1 to V5 ഉണ്ട്, V1 to V2 ഉണ്ട്, V1 to V3 ഉണ്ട്, V1 to V4 ഉണ്ട്. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് എഡ്ജ് വരുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ V1 to V2 1 കണക്ട് ചെയ്യുവാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് V1 to V4 1 ആണ്. സോ നമ്മൾ ആ രണ്ട് സ്മോളസ്റ്റ് എഡ്ജ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് V4 നിന്ന് V5ലേക്ക് V4 നിന്ന് ഏറ്റവും സ്മോളസ്റ്റ് എഡ്ജ് പോകുന്നത് പിന്നീട് 2 ആണ്. അതായത് V4 നിന്ന് V5ലേക്ക് 2 ആണ് പോകുന്നത്. സോ നമ്മൾ ആ 2 നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. അപ്പം നമുക്ക് V1 V2 V3 V4 ആ 4 വേർട്ടീസസ് നമുക്ക് ഓൾറെഡി കിട്ടി. അതിന് ശേഷം ഇപ്പോൾ V1ൽ നിന്ന് ഏറ്റവും ചെറിയ വേർട്ടെക്സ് അടുത്ത എഡ്ജ് പോകുന്നത് 3 ആണ്. 3 ഇപ്പോൾ സപ്പോസ് നമ്മൾ V6ലേക്ക് വരച്ചു. അത് കഴിഞ്ഞിട്ട് V6ൽ നിന്ന് ഏറ്റവും ചെറിയ വെയിറ്റ് പോകുന്നത് V5ലേക്കാണ് 3. അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചപ്പോൾ തന്നെ നമ്മുടെ എല്ലാ വേർട്ടീസസും ഉള്ളൊരു ട്രീ നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിംസ് അൽഗോരിതം വെച്ചിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ട്രീ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മളിനി മറ്റൊരു എക്സാമ്പിൾ നോക്കാനായിട്ട് പോവാണ്. ഈ ഗ്രാഫിലെ എ എന്ന് പറഞ്ഞ വേർട്ടെക്സ് എടുക്കാം. എയുടെ ഏറ്റവും ചെറിയ വെയിറ്റ് എന്ന് പറയുന്നത് A to D 5 എന്ന് പറഞ്ഞ എഡ്ജാണ്. സോ നമ്മളത് വരയ്ക്കുന്നു. ആൻഡ് C to E നോക്കുവാണെങ്കിലും 5 ആണ് ഈ ഓവറോൾ ഗ്രാഫിലെ ഏറ്റവും ചെറിയ വെയിറ്റ്. അപ്പോൾ നമ്മൾ A to Dയും C to Eയും 5 വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിയിലേക്ക് കണക്ഷൻ വേണം. ബിയിലേക്ക് കണക്ഷൻ വേണ്ടതിൽ ഏറ്റവും ചെറിയ വെയിറ്റ് ആണ് 7 എന്ന് പറയുന്നത്. സോ A to B 7, B to E 7 നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യുന്നു. സൈക്കിൾസ് ഒന്നും ഫോം ചെയ്യാൻ പാടില്ല. സോ ആ കണക്ഷൻസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീടുള്ള 2 വേർട്ടീസസ് മാത്രമാണ് നമുക്ക് വേണ്ടത്, എഫും ജിയും. അപ്പോൾ ഡിയിൽ നിന്ന് എഫിലേക്ക് 6 എന്ന് പറഞ്ഞ എഡ്ജും ഇയിൽ നിന്ന് ജിയിലേക്ക് 9 എന്ന് പറഞ്ഞ എഡ്ജും നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഗ്രാഫ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് സെക്കൻഡ് ഗ്രാഫിൻ്റെയും നമ്മൾ പ്രിംസ് അൽഗോരിതം വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു വേർട്ടെക്സ് സെലക്ട് ചെയ്യുക. ആ വേർട്ടെക്സിൽ നിന്ന് മിനിമം വെയിറ്റ് ഏതാണുള്ളത് അതിലേക്ക് ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്ത് ഏതൊക്കെ വേർട്ടീസസ് ആണോ ഇനി വരാനുള്ളത് അത് മിനിമം വെയിറ്റ് വെച്ചിട്ട് ജോയിൻ ചെയ്യുക. സൈക്കിൾസ് ഫോം ആവാതിരിക്കാനായിട്ട് നോക്കുക. അങ്ങനെ എല്ലാ വേർട്ടീസസും ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫായി. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു വേർട്ടെക്സ് സെലക്ട് ചെയ്തു. അതിൻ്റെ മിനിമം വെയിറ്റ് ഉള്ള എഡ്ജ് ഏതാണോ അതിലേക്ക് കണക്ഷൻ കൊടുത്തു. അതിൽ നിന്ന് അടുത്ത മിനിമം വെയിറ്റ് ഉള്ള എഡ്ജ് ഏതാണോ അതിലേക്ക് കണക്ഷൻ കൊടുത്തു. അങ്ങനെ ഏതെങ്കിലും വേർട്ടീസസ് ഫില്ലപ്പ് ആവാനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പ്രിംസ് അൽഗോരിതം വെച്ച് കണ്ടുപിടിക്കുന്നത്.